ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 ജൂൺ 2 നടത്താനിരുന്ന നമ്മളുടെ ഇഗ്നോ എക്സാം മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ ഡേറ്റ് ഷീറ്റൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം വന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2 നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ വന്ന ഡേറ്റ് ഷീറ്റിൽ നമുക്ക് ജൂൺ 12 നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഡേറ്റ് ഷീറ്റ് നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ മുകൾ ഭാഗത്തായിട്ട് 3 ബാർ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. അതിൽ അനൗൺസ്മെൻറ്റ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അനൗൺസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാം. അതിൽ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് റിവൈസ്ഡ് ഡേറ്റ് ഷീറ്റ് ഫോർ കണ്ടക്ട് ഓഫ് ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ ODL ആൻഡ് ഓൺലൈൻ മോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഡേറ്റ് ഷീറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എക്സാം രജിസ്ട്രേഷനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എക്സാം ഏതൊക്കെ ടൈമാണ് ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അങ്ങനെ അവിടുന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇവിടെ പറയുന്നുണ്ട് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 12/6/2025 തേഴ്സ്ഡേ ആണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ടൈമിലായിട്ടാണ് നമ്മളുടെ എക്സാം ഉണ്ടായിരിക്കുക. മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് 10 മണി മുതൽ 1 മണി വരെയും ഈവനിങ് സെഷൻ എന്ന് പറയുന്നത് 2 to 5 PM ആണ്. അത് കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് 2 മണിക്കൂർ എക്സാം ഒക്കെ ആണെങ്കിൽ 2 to 4 ആയിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 10 to 12 അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങളുടെ എക്സാം പേപ്പർ എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. ജൂലൈ 19 നമ്മളുടെ ലാസ്റ്റ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമൊന്നും വന്നിട്ട് കാണുന്നില്ല. കാരണം നമ്മളുടെ ജൂൺ 2 എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. അത് ജൂൺ 12 മാറ്റിയതിൻ്റെ 10 ദിവസത്തെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ബാക്കിയുള്ള എക്സാമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അതായത് MAPC എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് ജൂലൈ 1 ഉണ്ടായിരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് അത് ജൂലൈ 10 മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെർച്ച് ബാറിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സാം ഏതൊക്കെ ഡേറ്റിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. MPC എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള MPC ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡേറ്റൊക്കെ എക്സാം ഡേറ്റൊക്കെ അവിടെ പ്രത്യേകം തന്നെ വൈറ്റ് കളറായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേത് ഏതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്